മന്ത്രമാകണമെങ്കിൽ അറബി ഭാഷയിലാകണം, മനസ്സിലാകുന്ന രീതിയിലാകണം, വ്യക്തമായിരിക്കണം. കാരണം ഇത് ഈ മന്ത്രം ചെയ്യുന്നവന് ആർക്കാണോ പ്രയാസം വന്ന് അവൻ ചെയ്യുന്നത്, അവന് അതിൻ്റെ ആശയം മനസ്സിലാക്കി അവൻ്റെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടുള്ള ശക്തിയുള്ള മന്ത്രമായിരിക്കണം എന്നർത്ഥം. വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട സംഗതിയാണ്. മൂന്നാമത്തേത്, ഈ പറഞ്ഞതല്ലാത്ത രൂപത്തിൽ സ്വയം നിർമ്മിതമായ മന്ത്രങ്ങൾ, അത് യഥാർത്ഥ മന്ത്രങ്ങളിൽ പെടുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഔഫ് ഇബ്നു മാലിക്കുൽ അശ്ജഇ റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നർഖി ഫിൽ ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലത്ത് മന്ത്രിക്കാറുണ്ടായിരുന്നു. ഫഖുൽനാ യാ റസൂലല്ലാഹ് കൈഫ തറാ ഫീ ദാലിക്, ഞങ്ങൾ റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഞങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രങ്ങളെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? തിരുമേനി പറഞ്ഞു, ഇർദു അലയ്യ റുഖാക്കും, നിങ്ങൾ നടത്തുന്ന മന്ത്രങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരൂ. അവർ പറഞ്ഞു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ ബഅസ ഫിർ റുഖാ മാ ലം യകുൻ ഫീഹി ശിർക്ക്, ഷിർക്കില്ലെങ്കിൽ മന്ത്രങ്ങൾ തരക്കേടില്ല. അപ്പോൾ ഷിർക്ക് വരരുത്. അഥവാ ഈ രൂപത്തിൽ കൃത്യമായി വ്യക്തമായി അള്ളാഹുവിനോടായിരിക്കണം മന്ത്രങ്ങളുടെ സൂചനകളും ചോദ്യങ്ങളും എന്നർത്ഥം. മന്ത്രങ്ങളിൽ രണ്ടാമത്തേത് ഷിർക്ക് വരുന്ന മന്ത്രങ്ങളാണ്. ഗൗരവത്തോടു കൂടി കാണേണ്ട മന്ത്രങ്ങൾ. എന്താണ് ഷിർക്ക് വരുന്ന മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ, ആ മന്ത്രങ്ങളെ മനുഷ്യനാസ്പദമാക്കുന്നു, ആ മന്ത്രങ്ങൾ എഴുതിയ കടലാസുകളെ ആശ്രയമാക്കുന്നു. ആശ്രയമാക്കേണ്ടത്, ആസ്പദമാക്കേണ്ടത് അള്ളാഹുവിനെയാണ്. അതിന് പകരം ഈ കടലാസുകളെയോ ഈ മന്ത്രങ്ങളെയോ ആസ്പദമാക്കുന്നു. അറബി ഭാഷയിൽ അർത്ഥമില്ലാത്ത, ആശയമില്ലാത്ത, അർത്ഥമറിയാത്ത എന്തോ എഴുതുന്നു, എന്നിട്ടത് ഫ്രെയിം ചെയ്യുന്നു, എന്നിട്ടത് വീട്ടിൽ തൂക്കുന്നു, കച്ചവട സ്ഥാപനത്തിൽ വെക്കുന്നു, വണ്ടിയിൽ വെക്കുന്നു. ഇത് മന്ത്രമല്ല. വണ്ടിയിൽ വെക്കാൻ അള്ളാഹു മന്ത്രം പഠിപ്പിച്ചു. ആ മന്ത്രവുമായി വണ്ടിയിൽ കയറണം, രക്ഷയുണ്ടാകും. പീടികയിൽ പറയാൻ, മാർക്കറ്റിൽ പറയാൻ അള്ളാഹുവിൻ റസൂൽ മന്ത്രം പഠിപ്പിച്ചു. ആ മന്ത്രവുമായി വേണം. മറ്റതൊക്കെ അബദ്ധമാണ്, ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. മാത്രമല്ല, ഈ സാധനങ്ങളിലൊക്കെ നാം ആസ്പദമാക്കാൻ തുടങ്ങിയാൽ, ഈ ഊതിയുണ്ടാക്കിയ നൂലുകളിലും കെട്ടിയുണ്ടാക്കിയ ഏലസുകളിലും എഴുതിയുണ്ടാക്കിയ ഫ്രെയിം ചെയ്ത ഈ കടലാസുകളിലുമൊക്കെ നാം ആസ്പദമാക്കിയാൽ, അള്ളാഹുവിനെ ആസ്പദമാക്കേണ്ടതിന് പകരം, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യേണ്ടതിന് പകരം, അള്ളാഹുവിൽ ഇഅ്തിമാദ് ചെയ്യേണ്ടതിന് പകരം ഇവകളിൽ ഇഅ്തിമാദ് ചെയ്താൽ ദീനിൽ നിന്ന് പുറത്തു പോകും, ഷിർക്കായി പോകും. ഗൗരവത്തോട് കൂടി കാണേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത്തരം ആളുകളെ നാം കണ്ടുകൂടാ, ചോദിച്ചുകൂടാ, സമീപിച്ചുകൂടാ. അവരേത് പേരുള്ളവരാകട്ടെ. ചില ആൾക്കാർ പറയും, ഞങ്ങൾക്ക് ഇസ്ലാം ജിന്നുണ്ട്. ഏയ്, ഇസ്ലാം ജിന്ന്, ഇസ്ലാം ജിന്നുണ്ട്, മുസ്ലിം ജിന്നുണ്ട്. സൂറത്തുൽ ജിന്നിൽ അത് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മൂപ്പരടുത്ത് മുസ്ലിം ജിന്നുണ്ട് എന്നാണ്, എന്നിട്ട് മൂപ്പര് ചികിത്സിക്കുന്നു. ആര് പഠിപ്പിച്ചു തന്നു? എവിടുന്ന് കിട്ടി? ആരറിഞ്ഞു? സ്വയം മുസ്ലിം അല്ല പലപ്പോഴും ഇയാൾ. എന്നിട്ട് അയാൾ പറയാ, എനിക്ക് മുസ്ലിം ജിന്ന് കീഴ്പ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ചികിത്സിക്കുന്നു. കരുതുക, ഇത്തരത്തിലുള്ള ആളുകളെയും ഇത് ചെയ്യുന്നവരെയും, മൻ അതാറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം ആളുകളെ സമീപിക്കുകയും അവർ പറയുന്നത് വിശ്വസിക്കുകയും ചെയ്താൽ അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ചിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഗൗരവമുള്ളതാണ് വിഷയം എന്നർത്ഥം. അത് ഉപേക്ഷിക്കുക. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതെന്ന് തോന്നുന്ന രൂപത്തിലുള്ള വാക്കുകളും വാചകങ്ങളും, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിന്റെ നാവിലൂടെ പഠിപ്പിക്കാത്ത രൂപത്തിലും രീതിയിലും അള്ളാഹുവിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്ന മന്ത്രങ്ങളും ചികിത്സകളും. അതിലാദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഞാൻ ആദ്യം പറഞ്ഞതാ. എന്താ? ഖുർആൻ എന്തല്ല?
ചികിത്സയല്ല. അതെന്താണ്? ഷിഫയാണ്. അതിന് പരിപാടികൾ, അതിന് ചാനലുകൾ, ചാനലിൽ തട്ടമിട്ടവർ തൊപ്പിയിട്ടവർ പരിപാടി നടത്തുന്നു. ചോദ്യം എന്താ ചോദ്യം? എനിക്ക് ഭയങ്കര പ്രശ്നമുണ്ട്, എൻ്റെ കച്ചവടം ഭയങ്കര നഷ്ടത്തിലാണ്, എൻ്റെ കുട്ടികൾക്ക് മാറാരോഗം, എൻ്റെ കുട്ടികൾ മെഡിസിന് പഠിക്കുകയാണ്, എൻട്രൻസിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, മാർക്ക് കിട്ടണം. എന്താ ചെയ്യേണ്ടത്? മൂപ്പരുടെ വക ഒരു ട്രീറ്റ്മെൻറ്റ്. എന്താ? ഭയങ്കര രസമാണ് ട്രീറ്റ്മെൻറ്റ് കേൾക്കാൻ. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ 10 ആയത്തുകൾ 14-ാം രാവിലുള്ള ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ നിന്ന് 6 പ്രാവശ്യം ഓതുക. എവിടുന്ന് കിട്ടി? ഈ മുസ്ലിയാർക്കും മൗലവിക്കും പുരോഹിതനൊക്കെ ഇത് എവിടുന്ന് കിട്ടി? അങ്ങനെ ഒന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ പറയേണ്ട ദിക്റുകൾ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. മുസ്ലിമിനോട് പറഞ്ഞു, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം പറയണം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. റസൂലുള്ളാഹി കൃത്യമായിട്ട് പഠിപ്പിച്ചില്ലേ? അങ്ങനെ ഒരു സാധനം നബി പഠിപ്പിച്ചോ? എന്നാൽ അത് പറയാൻ ആരുമില്ല. ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പറയണം 7 പ്രാവശ്യം, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പും പറയണം 7 പ്രാവശ്യം. അല്ലേ? റദീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂല പറയണം 3 പ്രാവശ്യം. എണ്ണം കൃത്യ റസൂലുള്ളാഹിന്റെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിത്തന്നത് അങ്ങനെ. ആയത്തുൽ കുർസി മൂപ്പര് പറഞ്ഞത് ആയത്തുൽ കുർസി 16 വട്ടം 3 പ്രാവശ്യമായി 16 പ്രാവശ്യം ഒരു ദിവസം ചൊല്ലിയാൽ പിന്നെ ഇതിൻ്റെ ഫലം ഭയങ്കരമാണ്. എവിടുന്ന് കിട്ടിയതാ ഫലം എന്നറിയില്ല. വഹ്യ് പുതിയത് വന്നതാ. അള്ളാഹുവിൻ്റെ റസൂൽ ആയത്തുൽ കുർസി ചൊല്ലിയാൽ ഫലം പറഞ്ഞു. നിങ്ങൾ എല്ലാ നമസ്കാരത്തിന് ശേഷം നമസ്കാരം കഴിഞ്ഞാൽ ഉടൻ ആയത്തുൽ കുർസി ചെല്ലണം, ഉടൻ ആയത്തുൽ കുർസി ചെല്ലണം. റസൂലുള്ള പറഞ്ഞതാ. എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? നിങ്ങൾ ആ നമസ്കാരത്തിന് ശേഷം മരിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക തടസ്സം ഈ ആയത്തുൽ കുർസി നിങ്ങൾ ചെല്ലിയോ ഇല്ലേ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ആയത്തുൽ കുർസി ചെല്ലിയാൽ എന്താവും? സ്വർഗത്തിലേക്ക് പോകും. കച്ചവടം നഷ്ടം ശരിയാവും എന്നല്ല പറഞ്ഞത്, സ്വർഗത്തിലേക്ക് പോകും. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുഴുവൻ ദിക്റുകളുടെയും മന്ത്രങ്ങളുടെയും തസ്ബീഹുകളുടെയും ദുആകളുടെയും പിറകിലുള്ള ഫലം ഈ ആളുകൾ കാണിച്ചു കൂട്ടുന്ന, ഈ പുരോഹിതന്മാരും ജ്യോത്സ്യന്മാരും കാണിച്ചു കൂട്ടുന്ന ഭൗതികമായ നേട്ടങ്ങളല്ല, പരലോകത്തുള്ള നേട്ടമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ മനസ്സിലാക്കുക, ഇതാണ് മന്ത്രം. ഈ മന്ത്രം നാം ചെയ്യണം, നാം സ്വയം പഠിക്കണം, മനസ്സിലാക്കണം, എന്നിട്ട് സ്വന്തം ചെയ്യണം. അതാണ് മുസ്ലിമിൻ്റെ കരുത്തും ശക്തിയും. ഈമാനിൻ്റെ കരുത്താണത്, ഈമാനിൻ്റെ ശക്തിയാണത്. തൗഹീദിൻ്റെ കരുത്തും തൗഹീദിൻ്റെ ശക്തിയുമാണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവയിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് ശരി. അതുകൊണ്ട് ഇതിലേക്ക് വരിക. ഇതാണ് ദീൻ. അള്ളാഹു അങ്ങനെയുള്ള യഥാർത്ഥ മുവഹിദുകളിൽ, യഥാർത്ഥ മുത്തഖീങ്ങളിൽ, യഥാർത്ഥ മുതവക്കിലീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രികീൻ وانصر إخواننا المسلمين في كل مكان. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين.